നിങ്ങൾ അറിഞ്ഞോ ഒറ്റപ്പാലത്ത് ഇങ്ങനെ ലൈവ് ആയിട്ട് നിൽക്കാൻ ലൈവ് 7 സൂപ്പർ മാർക്കറ്റ് നിങ്ങൾക്കായി ഓപ്പൺ ആയിരിക്കുന്നു. തന്റെ മുൻഗാമികൾ വാർഡിൽ എത്തിച്ച വികസനങ്ങൾ ചൂണ്ടിക്കാണിച്ച് വോട്ട് അഭ്യർത്ഥിക്കുകയാണ് ഒറ്റപ്പാലം നഗരസഭയിലെ 13-ാം വാർഡ് LDF സ്ഥാനാർത്ഥി സുജിത വിജയൻ. തന്റെ മുൻഗാമികൾ വാർഡിൽ എത്തിച്ച വികസനങ്ങൾ ചൂണ്ടിക്കാണിച്ച് വോട്ട് അഭ്യർത്ഥിക്കുകയാണ് ഒറ്റപ്പാലം നഗരസഭയിലെ 13-ാം വാർഡ് പാതിരിക്കോട് LDF സ്ഥാനാർത്ഥി സുജിത വിജയൻ. കാലങ്ങളായി CPMന്റെ സിറ്റിംഗ് വാർഡായ ഈ വാർഡ് മുൻ MLA M ഹംസ പ്രതിനിധാനം ചെയ്ത വാർഡ് കൂടിയാണ്. ഓരോ കാലത്തും വന്ന CPM ജനപ്രതിനിധികൾ നിരവധി വികസനങ്ങൾ വാർഡിൽ എത്തിച്ചിട്ടുള്ളതായി LDF സ്ഥാനാർത്ഥി സുജി വിജയൻ പറഞ്ഞു. MLA ഹംസ ആയിരുന്ന സഖാവ് അവർ സ്ഥാനാർത്ഥിയായിരുന്നു. ഇതേ വാർഡ് തന്നെയായിരുന്നു. ഒരുപാട് പ്രവർത്തനങ്ങൾ ഇതേപോലെ ഒരു മങ്ങലും വരുത്താതെ നമുക്ക് ഒട്ടേറെ കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്. അതിനുശേഷമാണ് നമ്മുടെ അജയ് കുമാർ എന്ന് പറഞ്ഞ സ്ഥാനാർത്ഥി ഈ വാർഡിൽ മത്സരിച്ചത്. ഒരു മങ്ങലും ഏൽക്കാതെ ഏത് നിമിഷവും ഏത് അർദ്ധരാത്രിയും ഏത് കഷ്ടപ്പാടിലും ഏത് ദുഃഖത്തിലായാലും സന്തോഷത്തിലായാലും അദ്ദേഹം മിന്നി മറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ ഇടയിൽ എല്ലാ കാര്യങ്ങളിലും ഒരു കാര്യം ഇടപെടാതെ നമുക്ക് എണ്ണി പറയാൻ പറ്റുന്ന കാര്യങ്ങളും പ്രവർത്തനങ്ങളുമാണ് നമുക്ക് നമ്മുടെ വാർഡിൽ അദ്ദേഹം ചെയ്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വാർഡ് എന്ന് പറയുന്നത് LDF തുടർച്ചയായി ജയിച്ചു വന്ന ഒരു വാർഡാണ്. 3-ാം റൗണ്ട് പ്രചരണം പൂർത്തിയാക്കുമ്പോൾ വലിയ പിന്തുണ ലഭിക്കുന്നുണ്ടെന്നും സ്ഥാനാർത്ഥി പറയുന്നു. 2-3 തവണ നമ്മൾ ജനങ്ങളുടെ ഇടയിൽ പോയി നമ്മൾ ജനങ്ങളെ കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി വോട്ട് ചോദിക്കുകയുണ്ടായി. അങ്ങനെയാണ് നമ്മൾ 3-4 റൗണ്ട് പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ജനങ്ങളുടെ ഇടയിൽ നിന്ന് നമുക്ക് അതായത് കഴിഞ്ഞ തവണത്തെ പ്രവർത്തനങ്ങളുമായി ജനങ്ങളുടെ മനസ്സിൽ അത് സന്തോഷം ഉണ്ടാവുകൊണ്ടാണ് നമ്മോടുള്ള ആ ഒരു സ്നേഹവും ഇതും കാണിക്കുന്നത്. തുടങ്ങിവെച്ച പദ്ധതികൾ പൂർത്തിയാക്കാനും പുതിയ വികസനങ്ങൾ വാർഡിൽ എത്തിക്കുന്നതിനൊപ്പം തന്നെ അർഹതപ്പെട്ടവർക്ക് ആനുകൂല്യം എത്തിക്കാനുമാണ് സുജി വിജയൻ വോട്ട് ചോദിക്കുന്നത്. അപ്പോൾ ഇനിയും ഈ കഴിഞ്ഞു പോയ കാലഘട്ടത്തിന്റെ തുടർച്ചയായ പദ്ധതി മുഴുപ്പിക്കാനും പുതിയ പദ്ധതികൾ വരുമ്പോൾ അത് അർഹതപ്പെട്ട ജനങ്ങളുടെ ഇടയിൽ അവർക്ക് കൈകളിൽ എത്തിക്കാനുള്ള പൂർണ്ണ പ്രവർത്തനവും ആത്മാർത്ഥമായ കാര്യങ്ങളും അവരോടൊപ്പം എന്നും പ്രവർത്തിച്ചു വരണം. അത് എല്ലാ കാര്യങ്ങളിലും അവരോടൊപ്പം നിന്നുകൊണ്ട് ഈ നമ്മുടെ ഗവൺമെൻറ് തരുന്ന എല്ലാ പദ്ധതികളും അർഹതപ്പെട്ട ആളുകളുടെ ഇടയിൽ ഒരു കറയും കളവും ഇല്ലാതെ ജനങ്ങളെ എത്തിക്കാനുള്ള പൂർണ്ണ ശ്രമം ഞാൻ നടത്തും ജയിച്ചു വന്നാൽ എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്.